ഒരു വലിയ സുനാമി വന്നാൽ പോലും ഇളകാത്ത മണ്ഡലങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ സജി ചെറിയാൻ്റെ മണ്ഡലം ചെങ്ങന്നൂർ ഇളവാൻ സാധ്യതയില്ല. അത് രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല, സജി ചെറിയാൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വെൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സജി ചെറിയാനെ പോലെ ഇപ്പോൾ നോക്കൂ, നമ്മൾ ഇന്നലെ വാർത്ത വായിച്ച് തീരുന്നതിന് മുൻപ് ആലപ്പുഴയിൽ ബീഹാറിൽ നിന്ന് വന്ന അതിഥി തൊഴിലാളിയുടെ ഭാര്യ സൈക്കിളിൽ നിന്ന് വീണ് മരിച്ച് 3 കുട്ടികളും നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു വാർത്ത കണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ സജി ചെറിയാൻ ആ വിഷയത്തിൽ ഇടപെട്ടു. ഇതാണ് സജി ചെറിയാൻ. ക്വിക്ക് ആക്ഷനാ. മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും, വെള്ളപ്പൊക്കം നടന്ന സമയത്ത് അവിടെ ആ മനുഷ്യൻ കരഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രകടനമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. നിസ്സഹായ അവസ്ഥയിൽ നിന്ന് നിലവിളിച്ചു പോകുന്ന ഒരു പച്ച മനുഷ്യൻ തന്നെയാണ്. കൈലിയും ഒക്കെ മാടിക്കുത്തി അവരുടെ നേതാവിൽ ഒരാളായി വെൽ കോർഡിനേറ്ററാണ്, ഏറ്റവും മികച്ച ഇംപ്ലിമെന്ററാണ്. ആ അർത്ഥത്തിലൊന്നും സജി ചെറിയാൻ അവിടെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കെ ബി ഗണേഷ് കുമാർ, പത്തനാപുരത്തെ കെ ബി ഗണേഷ് കുമാർ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നാണ് ഞാനും കരുതിയത്. പക്ഷേ ഗ്രൗണ്ടിൽ പോകുമ്പോൾ നമുക്ക് കിട്ടിയ ചില ഫീഡ്ബാക്കുകൾ തിരിച്ചാണ്. കാര്യം കെ ബി ഗണേഷ് കുമാറിനുമായി ബന്ധപ്പെട്ട അവസാന നിമിഷം ഉയർന്ന വിവാദങ്ങൾ ഒരു പരിധിവരെ കെ ബി ഗണേഷ് കുമാറിന് ഗുണകരമായി. ആൾക്കാരെ ചോദിക്കുമ്പോൾ പറയുന്നത് അതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യമല്ലേ എന്നുള്ളതാണ്. അതിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ ജ്യോതികുമാറിന് പറ്റിയ മിസ്റ്റേക്ക്. പക്ഷേ ജ്യോതികുമാർ ഒരു മികച്ച കാൻഡിഡേറ്റ് ആണെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. കാരണം ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്ന ജ്യോതികുമാറല്ല, 2021 മത്സരിക്കുന്ന ജ്യോതികുമാർ ചമക്കാലയല്ല, ഇപ്പോൾ മത്സരിക്കുന്ന ജ്യോതികുമാർ ചമക്കാല. 5 വർഷം മണ്ഡലത്തിൽ നിന്ന് എങ്ങനെയാണോ കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് തൻ്റെ ഐഡന്റിറ്റി ഉണ്ടാക്കിയത്, സമാനമായ സാഹചര്യത്തിൽ പത്തനാപുരത്ത് നിന്നുകൊണ്ട് മണ്ഡലത്തെക്കുറിച്ച് പഠിച്ച്, മണ്ഡലത്തിലെ വിവിധ ഏജൻസികളെക്കുറിച്ച് പഠിച്ച് പത്തനാപുരം എന്ന് മാത്രം ഉരുവിട്ടു നിന്ന മനുഷ്യനാണ് ജ്യോതികുമാർ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ ജ്യോതികുമാർ പോരാടുന്നത് കെ ബി ഗണേഷ് കുമാറിനോടാണ്. കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്രത്യേകത എന്താ? കെ ബി ഗണേഷ് കുമാറാണ് നോക്കൂ, KSRTCയെ കുറിച്ച് ആർക്കും ഒരു കംപ്ലൈൻ്റ് ഇല്ലല്ലോ. ഇപ്പോൾ KSRTC കൊണ്ടുവന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് PR വർക്കിലൂടെ അവതരിപ്പിക്കാനും കെ ബി ഗണേഷ് കുമാറിന് സാധിച്ചു. മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, മാറ്റങ്ങൾ 4 പേർ അറിഞ്ഞാണ് കൊണ്ടുവന്നത് എന്നതുകൂടിയാണ്. ഒരു പുതിയ വണ്ടി വരുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി ഓടിക്കുന്നത് മുതൽ ആ KSRTCയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിനൊരു അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും തെളിയിച്ചിട്ടുണ്ട്. കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്ലസ് പോയിന്റ് ഇതാണ്. ഇതിനേക്കാൾ വലിയ പരാതിയായിരുന്നല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കെ ബി ഗണേഷ് കുമാർ നേരിട്ടത്. അന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ചിത്രം എടുത്തുകൊണ്ടാണ് അന്ന് ഇടതുപക്ഷം ക്യാമ്പയിൻ ഇറങ്ങിയത് കെ ബി ഗണേഷ് കുമാറിനെതിരെ. പക്ഷേ അന്നും കെ ബി ഗണേഷ് കുമാറിനെ പത്തനാപുരം വിജയിപ്പിച്ചു. ഇതിനേക്കാൾ ഗൗരവമായ വിഷയമാണ്.